കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവും വി.ഡി. സതീശനും തമ്മിലുള്ള ചേരിപ്പോര് രൂക്ഷമാകുന്നതിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കും യു.ഡി.എഫ് നേതൃത്വത്തിനും അതൃപ്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ട ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ വിട്ടുനിന്നതും തുടർന്നുള്ള പ്രതിഷേധങ്ങളും വിവാദമായ പശ്ചാത്തലത്തിലാണ് നേതാക്കളുടെ പ്രതിഷേധം. ഷീജയുണ്ട്. ഷീജ, തർക്കങ്ങൾ ഇങ്ങനെ രൂക്ഷമാകുന്ന സാഹചര്യം, ആ സാഹചര്യത്തിലാണിപ്പോൾ കോൺഗ്രസിലെ പ്രധാന നേതാക്കളായ കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും തമ്മിലുള്ള ചേരിപ്പോര് രൂക്ഷമാകുന്നത്. ഇക്കാര്യത്തിൽ വളരെ വലിയ രീതിയിലുള്ള അതൃപ്തി അത് മുന്നണികളിലും തന്നെ പാർട്ടിയിലും ഉയരുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? നന്ദു, ഏതായാലും വലിയ തോതിലുള്ള അതൃപ്തി തന്നെയാണ് വിഷയത്തിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കും അതോടൊപ്പം തന്നെ യു.ഡി.എഫിലെ മുതിർന്ന നേതാക്കൾക്കും ഉള്ളത്. കാരണം കെ.പി.സി.സിയുടെ നിർണായക യോഗം, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തലസ്ഥാനത്തുണ്ടായിട്ട് പോലും പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാത്തത്. അത് കെ.പി.സി.സി അധ്യക്ഷനോടുള്ള വിയോജിപ്പിനെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ പങ്കെടുക്കാതിരുന്നത്. ഇതിലുള്ള ദേഷ്യം എന്ന രീതിയിൽ തന്നെയാണ് യു.ഡി.എഫിന്റെ യോഗം, അത് സർക്കാരിനെതിരായിട്ടുള്ള സമരങ്ങൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടി യു.ഡി.എഫ് വിളിച്ചു ചേർത്ത യോഗമായിരുന്നു. ആ യോഗത്തിൽ നിന്നും കെ.പി.സി.സി അധ്യക്ഷനും വിട്ടുനിന്നത്. പക്ഷേ ഇത്തരത്തിൽ നേതാക്കൾ തമ്മിലുള്ള പോര് ഈ രീതിയിൽ പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് സാരമായി തന്നെ മുന്നണിയെ ബാധിക്കും എന്നുള്ളൊരു നിലപാടാണ് യു.ഡി.എഫിന്റെ മുതിർന്ന നേതാക്കൾക്കുള്ളത്. അത് വലിയ തോതിൽ യു.ഡി.എഫിന് തിരിച്ചടിയാകും എന്ന് തന്നെയാണ് നേതാക്കൾ വിലയിരുത്തുന്നത്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കെ.പി.സി.സിയുടെ പുനഃസംഘടന പോലും നീളുന്നത്. അതായത് പ്രത്യേകിച്ചും ഒന്ന് പ്രതിപക്ഷ നേതാവാണ്, ഒന്ന് കെ.പി.സി.സി അധ്യക്ഷനാണ്. അതുകൊണ്ട് തന്നെ സുധാകരനും സതീശനും തമ്മിലുള്ള ഈ പോര് കാരണം കെ.പി.സി.സിയുടെ പുനഃസംഘടന വൈകുന്നതിന്റെ പ്രധാന കാരണം പോലും ഇതാണ് എന്നുള്ളതാണ് കോൺഗ്രസിലെ നേതാക്കൾ പറയുന്നത്. ഒപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്, ഈ ഒരു വിഭാഗം നേതാക്കൾ എ.ഐ.സി.സിയെ സമീപിക്കാൻ വരെ ഒരുങ്ങിയിരിക്കുകയാണ്. ഇതിനെതിരെയുള്ള പരാതിയുമായി എ.ഐ.സി.സിയെ സമീപിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സതീശനും സുധാകരനും തമ്മിലുള്ള ചേരിപ്പോര് കാരണം അത് വലിയ തോതിൽ കോൺഗ്രസിനെ ആകെ വലിക്കുന്നുണ്ട്. ഒപ്പം തന്നെ യു.ഡി.എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും ഇത് തന്നെയാണ് പറയുന്നത്. ഇത് മുന്നണിയെ വല്ലാത്ത രീതിയിൽ സാരമായ രീതിയിൽ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കേണ്ട ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചേരിപ്പോര് അത് ഒരു തരത്തിലും യു.ഡി.എഫിന് ഗുണം ചെയ്യില്ല എന്നൊരു നിലപാട് തന്നെയാണ് യു.ഡി.എഫ് നേതാക്കൾക്കുമുള്ളത്. നന്ദു.